നിലാവ് പോലൊരാൾ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വന്നു കയറിയ മെസ്സേജ് ട്യൂണിന് പോലും ആളുടെ ഹൃദയമിടിപ്പ് കൂട്ടാനുള്ള കഴിവുണ്ടായിരുന്നു. അത് കേൾക്കാൻ കൊതിയോടെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു തനിക്കും. മാലുവെന്ന് നീട്ടിയൊരു വിളിയാവും ആദ്യം, അതൊരു സ്നേഹത്തോടെ. മാലിനി എന്ന തന്റെ പേര് ഇത്രയും മധുരമായി ഹൃദയം നിറച്ചുകൊണ്ട് വിളിക്കാൻ അയാൾക്കല്ല ഇന്നുവരെയും വേറെ ആർക്കും പറ്റിയിട്ടില്ലല്ലോ. പരിചയപ്പെട്ട ആദ്യ നാളുകളിൽ മാലിനി എന്ന് നീട്ടി വിളിച്ചയാൾ പിന്നെ എപ്പോഴോ അത് മാലുവാക്കി ചുരുക്കി. എന്തു പറ്റിയടാ, ഓക്കെ അല്ലേ? മധുരമൂറുന്ന അടുത്ത ചോദ്യം വരും. അതുവരെയുമുള്ള ശൂന്യത ഒരിത്തിരി പോലും ബാക്കിയില്ലാതെ ഹൃദയത്തിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാൻ പാകത്തിന് ശക്തമായൊരു അന്വേഷണം. വെറുമൊരു മെസ്സേജ് ആയിരുന്നിട്ട് കൂടി അതിനെല്ലാം വല്ലാത്ത ജീവനുണ്ടെന്ന് തോന്നിപ്പോയിരുന്നു. ആളോട് മിണ്ടുമ്പോൾ, ആള് വിളിക്കുമ്പോൾ. ഇന്നിപ്പോൾ ആ ഓർമ്മകളെ കൂടി വെറുപ്പാണ്. ഇത്രയും നീചനായ ഒരാൾക്ക് തന്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ താൻ തന്നെയാണ് അവസരം കൊടുത്തെന്നുള്ള ചിന്തയിൽ തോന്നുന്ന കുറ്റബോധം അതിന്നും അളവൊട്ടും കുറയാതെ കൂടെയുണ്ട്. ദാസേട്ടൻ ക്ഷമിച്ചുകൊണ്ട് മാത്രം മാലിനി ചെയ്ത ആ കള്ളത്തരാരും അറിഞ്ഞില്ല, അദ്ദേഹം അറിയിച്ചില്ല. അതിൽ നിന്നൊന്ന് പുറത്തിയാടാൻ താൻ പെട്ട പാട്, ഡിപ്രഷൻ ലെവലിൽ വരെയും തന്നെ കൊണ്ടെത്തിച്ച മോശമായൊരു തീരുമാനം. സ്നേഹമില്ലെന്നും കരുതലില്ലെന്നും താൻ ആരോപണങ്ങൾ ഉന്നയിച്ച ദാസേട്ടൻ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ആളെ മറന്നിട്ടാണല്ലോ താൻ അങ്ങനെ ഒരു നീതികേട് ചെയ്തെന്ന് ഓർക്കാൻ പോലും വയ്യ. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ തീർത്തും ഒറ്റപ്പെട്ട തനിക്ക് നേരെ ഒരു ആശ്വാസം പോലെ, ആശ്രയം പോലെ കിനിഞ്ഞിറങ്ങി വന്ന സ്നേഹത്തിന്റെ ഉറവ പോലൊരിടം, നീറുന്ന നെഞ്ചിൽ തൂവാല കൊണ്ട് സ്പർശിക്കും പോലൊരു സുഖം. 1.5 വർഷങ്ങൾക്ക് മുന്നേ വായന എന്ന തന്റെ എക്കാലത്തെയും ഇഷ്ടത്തിനിടയിലേക്ക് തീർത്തും അവിചാരിതമായി എത്തിപ്പെട്ടതാണ് അയാളിലേക്ക്. നന്ദഗോപൻ സർ, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട നന്ദേട്ടൻ. ഒരു എഴുത്തുകാരനും വായനക്കാരിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുമ്പോൾ അത് അത്രമാത്രമായിരുന്നു. പക്ഷേ സംസാരങ്ങളുടെ ആഴം കൂടുന്തോറും അതങ്ങനെ വളർന്നു വലുതായി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമായി തീർന്നിരിക്കുന്നു. സർ വിളിയിൽ തുടങ്ങിയത് ഏറ്റവും അടുപ്പമുള്ള ഒരാളോടെന്ന പോലെ എത്തി നിൽക്കുന്നത് എത്ര പെട്ടെന്നായിരുന്നു. അത്ഭുതം തന്നെയാണ്. താനത് ആളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ഹൃദയഹാരിയായ ഒരു ചിരിയാണ് ആളുടെ മുഖം നിറയെ. നന്ദഗോപൻ, അറിയപ്പെടുന്ന എഴുത്തുകാരൻ, സോഷ്യൽ മീഡിയയിലൂടെ ആയിരക്കണക്കിന് ആരാധകരുള്ള അറിയപ്പെടുന്ന ഒരാൾ. 3-4 പുസ്തകങ്ങൾ കൂടി ആളുടെ പേരിലുണ്ട്. അതായത് സോഷ്യൽ മീഡിയക്ക് പുറത്ത് നന്ദഗോപന് നല്ല മാർക്കറ്റ് തന്നെയാണ്. ആളുടെ എഴുത്തിനോടുള്ള ആരാധന അതാണ് തന്നെ അയാളിലേക്ക് അടുപ്പിച്ചതും. പൗരുഷവും തന്റെ ഇടവും പിന്നെ സ്നേഹവും കരുതലും വാരിക്കോരി നൽകുന്ന നിരവധി നായകന്മാർ പിറവിയെടുത്ത ആ വിരൽത്തുമ്പിനോട് പോലും ആരാധന മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരു മാലിനി ചന്ദ്രദാസ്. പറയപ്പെടാൻ പാകത്തിന് ജോലിയൊന്നുമില്ലാത്ത വിരസമായ ദിവസങ്ങളിലെ ഏറ്റവും വലിയ ആനന്ദമായിരുന്നു തനിക്ക് വായന. പുതിയ വീട്ടിൽ ബുക്കുകൾക്കായി മാത്രം ഒരു കുഞ്ഞു മുറിയെ മാറ്റിയപ്പോൾ ദാസേട്ടനും കുട്ടികളും ഭ്രാന്ത് എന്ന് പറഞ്ഞ് കളിയാക്കി. പരിഭവമൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ കണക്കിന്റെ ലോകം മാത്രം കണ്ട് പരിചിതമായ ദാസേട്ടന് എങ്ങനെയാണ് അക്ഷരങ്ങളിലൂടെ അലഞ്ഞടന്നും പ്രണയിച്ചും കലഹിച്ചും മറ്റൊരു ലോകം തീർക്കുന്നവരെ മനസ്സിലാക്കുന്നത്? കയ്യിൽ തുറന്നു പിടിച്ച മറ്റൊരു ലോകമാണ് പുസ്തകമെന്ന് കമ്പ്യൂട്ടർ ഗെയിമിലും ഫോൺ വീഡിയോകളിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന മക്കളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? അതിനൊന്നും മെനക്കെട്ട് വെറുതെ സമയം കളയാനില്ലായിരുന്നു. അക്ഷരങ്ങളെ എണ്ണിപ്പെറുക്കി വായിക്കാൻ പഠിച്ച കാലം മുതൽ കൂടെ കൂടിയ ആ ശീലം തനിക്ക് ജീവവായു പോലെ തന്നെയാണ്. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയാവും. പുസ്തകപ്പുഴു എന്നൊരു പേര് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പതിച്ചു കിട്ടിയപ്പോഴും സന്തോഷം തന്നെയാണ് തോന്നിയത്. നല്ലൊരു മലയാളം അധ്യാപികാവാൻ വേണ്ടി ആഗ്രഹിച്ചതിനൊപ്പം തന്നെ നന്നായി പഠിക്കാനും ശ്രദ്ധിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടായിരുന്നില്ല. ആഗ്രഹിക്കുന്ന എല്ലാം എത്തിപ്പിടിക്കാൻ ഏതൊരാൾക്കും ഭാഗ്യം കൂടി വേണമായിരുന്നു. സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ, കൂടെ നിൽക്കാൻ ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു. തന്റെ കാര്യത്തിൽ അതില്ലാതായി പോയി. തീർത്തും അപ്രതീക്ഷിതമായി അച്ഛനും അമ്മയ്ക്കും വന്നുവിട്ടൊരു അപകടത്തിൽ അച്ഛന്റെ ജീവനും അമ്മയുടെ ആരോഗ്യം കൂടിയാണ് നഷ്ടം വന്നത്. തനിക്കൊരു ഏട്ടനാണ്, മനോജ്. ആൾക്ക് ഗൾഫിലായിരുന്നു ജോലി. ജോലിക്ക് കയറിയ 1 വർഷമായപ്പോഴേക്കും കുടുംബത്തിൽ വന്നുപെട്ട ദുരന്തം തികച്ചും സാധാരണ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ അതപ്പാടെ തകർത്ത് കളഞ്ഞു. അച്ഛന്റെ നീക്കിയിരിപ്പ് തോക്കൊപ്പം തന്നെ ഏട്ടനും കുറച്ച് കടങ്ങളൊക്കെ വന്നു ചേർന്നു. അതോടെ അമ്മയ്ക്ക് ഭയമായിരുന്നു മകളുടെ ജീവിതം വഴിമുട്ടി പോകുമോ എന്നുള്ളത്. കാരണം ഏത് പ്രതിസന്ധികളിലും കൂടെ ഉണ്ടായിരുന്ന അമ്മയുടെ ധൈര്യമാണ് ആ അപകടത്തിൽ അമ്മയെ തനിച്ചാക്കി കൈവിട്ടു പോയത്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അമ്മ തീർത്തും കട്ടിലിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. അച്ഛൻ മോൾക്കായി സ്വരുക്കൂട്ടി വെച്ച ബാക്കി കാശ് തീരും മുന്നേ, ഏട്ടനൊരു ബാധ്യതയാവും മുന്നേ, അച്ഛന്റെ ആത്മാവ് മകളെ ഓർത്ത് വേദനിക്കും മുന്നേ, അമ്മയ്ക്ക് സമാധാനമായി മരിക്കാൻ വേണ്ടി എന്നൊക്കെ 100 ന്യായം പറഞ്ഞുകൊണ്ട് തനിക്ക് മുന്നിലേക്ക് അമ്മ നീട്ടിയ ആവശ്യം കല്യാണം. മുടക്കം പറയാൻ പഴുതൊന്നും ഇല്ലാത്ത പോലെ നടുക്കമായിരുന്നു ആദ്യം. കോളേജ് പഠനം പോലും ഇങ്ങനെ എത്തിയില്ല. ആ സാഹചര്യത്തിൽ ഒരു കല്യാണം എന്നൊരു ചിന്ത സ്വപ്നത്തിൽ പോലുമില്ല. പഠനം, ജോലി. വിങ്ങി വിറച്ച് കണ്ണു നിറച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് മുന്നിലേക്ക് തന്റെ ആഗ്രഹങ്ങളെ കൊണ്ടുവച്ചത്.
അതിനൊന്നും തടസ്സമാകാത്ത ഒരാൾ തന്നെ നോക്കുമെന്ന് ഉറപ്പുന്നുകൊണ്ട് അമ്മയുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ തനിക്ക് പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഏട്ടനും ഏട്ടൻ കൊണ്ടാവും പോലെയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും അമ്മയ്ക്ക് അമ്മയുടെ സമാധാനവും അച്ഛന്റെ ആത്മാവിനുള്ള കടമയായിരുന്നു ഏറ്റവും വലുത്. അതിനിടയിൽ തന്റെ സ്വപ്നങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു. ആദ്യം വന്ന ആലോചന തന്നെയാണ് ചന്ദ്രദാസിന്റേത്. ആൾക്ക് ബാങ്കിലാണ് ജോലി, എല്ലാം കൊണ്ട് യോഗ്യൻ, മാന്യൻ. എതിർത്ത് നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രദാസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നുള്ള അറിയാമായിരുന്നുകൊണ്ടും പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു. തങ്ങളെക്കാൾ ഒരുപാട് മുകളിലുള്ള അവരുടെ കുടുംബം തനിക്കതൊരു കല്ലുകടിയായി തോന്നി. അത് വേണമോ എന്ന് വീണ്ടും വീണ്ടും അമ്മയോട് ചോദിച്ച് അന്ന് കാണാമെന്നവരിൽ കുറച്ചെങ്കിലും പേർക്ക് തന്റെ വീട് കണ്ടപ്പോൾ തോന്നിയ മുഖം ചുളിക്കൽ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോഴാണ്. നിന്റെ തോന്നലാവും വിട്ടുകളയെന്ന് പറഞ്ഞത് അമ്മയാണ്. തന്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കലിന്റെ ആദ്യപടി അവിടെ മുതൽ തുടങ്ങി. ചെറുതായി മതിയെന്ന് അമ്മ പറഞ്ഞെങ്കിലും അതുമാത്രം ഏട്ടൻ അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തില്ല. അവൾ എന്റെ കൂടി പെങ്ങളാണെന്നൊരൊറ്റ വാക്കിൽ യാതൊരു കുറവുമില്ലാതെ ഏറ്റവും ഭംഗിയായി തന്നെ കല്യാണം നടന്നു. സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉള്ളിൽ മുന്നിട്ടുന്ന ആശങ്ക തന്നെയാണ്. താൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് വലിയ വീടും ചുറ്റുപാടും അത് തന്റെ ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കി. പൊതുവെ ഗൗരവക്കാരനായ ദാസേട്ടൻ ആ വീട്ടിലെ രണ്ടാമത്തെ മകനാണ്. ഏട്ടനും ഏടത്തിയും കുഞ്ഞും അമ്മയും അച്ഛനും അച്ഛൻ പെങ്ങളും പിന്നെ ഒരു അനിയത്തിയൊക്കെയായി എപ്പോഴും ആളുകൾ നിറഞ്ഞൊരു വീട്. കുഞ്ഞൊരു വീട്ടിൽ അമ്മയ്ക്കും ഏട്ടനും അച്ഛനും ഒപ്പം കഴിഞ്ഞു വന്ന തനിക്കത് ആദ്യം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അമ്മ പറഞ്ഞു തന്ന പോലെ ഇനിയിപ്പോൾ അതാണ് തന്റെ വീട്. എന്തുണ്ടായാലും ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. ക്ഷമയാണ് പെണ്ണിന്റെ ഭംഗി എന്നൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചൊന്നും ഓർത്തില്ല. ഓർത്ത് വേദനിക്കാൻ ഇടവരുത്തിയില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലായിരുന്നു. വെറും 1 മാസം കൊണ്ട് തന്നെ ആ വീടിന്റെ നിയമങ്ങളെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയായി. അതോടെ ഉള്ള സമാധാനം കൂടി പോയി. ദാസേട്ടൻ ആൾക്ക് സ്നേഹം തന്നെയാണ് തന്നോട്. പക്ഷെ അതൊരു പൊടിക്ക് സ്വന്തം വീട്ടുകാരോട് കൂടുതലുണ്ടെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതിലല്ലായിരുന്നു തനിക്ക് പരാതി. പ്രശ്നങ്ങളിൽ നിന്ന് എത്രയൊക്കെ വിട്ടുമാറി നടന്നിട്ടും ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി താനാണെന്ന് ദാസേട്ടനോട് അടക്കം പറഞ്ഞു വരുത്തിയത് അമ്മയാണോ ഏടത്തിയാണോ അതോ അനിയത്തിയാണോ എന്ന് അറിയില്ലായിരുന്നു. ഒന്നറിയാം, കൂടെ നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് അണിയറിയിൽ അതിനേക്കാൾ വലിയൊരു ചിരിയോടെ പാരവണിയാൻ ആ വീട്ടിൽ ഒട്ടുമിക്ക പേർക്ക് നല്ലപോലെ കഴിവുണ്ടായിരുന്നു എന്നുള്ളത്. ആരായാലും അങ്ങനെ ഒരു പരാതി ആ വീട്ടിൽ പരന്നു കഴിഞ്ഞത് താൻ അറിഞ്ഞ ദാസേട്ടൻ പറഞ്ഞപ്പോഴാണ്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ഒന്നും ചെയ്യരുത്, ഇവിടെ ഒരു നിയമമുണ്ട്. നിനക്ക് മുന്നേ വന്ന ഏടത്തി അതെല്ലാം പാലിച്ചുകൊണ്ടിവിടെ കഴിയുന്നുണ്ട്. നീയും അങ്ങനെ തന്നെ മതി. ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കേണ്ടി വരും എന്നൊക്കെ ഏറ്റവും ഗൗരവത്തോടെ തന്നെ ദാസേട്ടൻ പറഞ്ഞു തരുമ്പോൾ അതിന് മാത്രം എന്ത് ചെയ്തു താനെന്നുള്ള അന്താളിപ്പായിരുന്നു ഉള്ളു നിറയെ. അതും കല്യാണത്തിന് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ. മാറണമെന്ന് പറഞ്ഞെന്ന ആള് എന്തു മാറ്റം വേണമെന്ന് പറഞ്ഞതുമില്ല. പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചന്നാണ് ആർക്കുള്ളിൽ അസഹിഷ്ണുതയെല്ലാം കൂടി ഒന്നായി തനിക്ക് മേൽ പൊട്ടിച്ചിതറിയത്. കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾ പഠിക്കേണ്ടത് വീട് നന്നായി നോക്കാനാണെന്നും അവിടുത്തെ അമ്മയും പറഞ്ഞു. നന്നായി പഠിക്കുന്ന താൻ പോലും പിന്നെ പഠിക്കാൻ പോകാത്തത് ഏട്ടനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് ഏടത്തിയും. പഠനം ജോലി ഇതൊക്കെ മതിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് കല്യാണത്തിന് സമ്മതിച്ചു? അത് നടന്നിട്ട് മതിയായിരുന്നല്ലോ എന്ന് അനിയത്തിയും. ഇനിയിപ്പോ നീ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കുടുംബം നടത്താനെന്ന് അച്ഛനൊക്കെ നിരന്നിന്ന് പറയുമ്പോൾ ദാസേനെങ്കിലും തനിക്ക് വേണ്ടി വല്ലതും മിണ്ടുമെന്ന് കരുതി. എത്രയോ രാത്രികളിൽ തനിക്ക് ഉറപ്പ് തന്നാണല്ലോ ഈ തിരക്കൊന്നും തീർത്തിട്ട് തനിക്ക് പഠിക്കാൻ പോകാമെന്നുള്ളത്. പഠിച്ച് ജോലി കയറിയ ആൾക്ക് വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും മൂല്യം അറിയാമല്ലോ. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഉള്ള പഠനമൊക്കെ മതിയെന്ന് അവരെല്ലാം കൂടി ഒന്നിച്ചാണ് തീരുമാനമെടുത്ത്. അതും തന്നോടൊരു ആലോചന പോലും നടത്താതെ. തന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരു പുൽക്കുടിയുടെ വില പോലും നൽകാത്ത ആ തീരുമാനം വല്ലാത്തൊരു നോവാണ് നൽകിയത്. എല്ലാറ്റിനെയും അവിടെ തന്നെ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് ആദ്യം തോന്നിയത്. പക്ഷേ പിടിച്ചു നിർത്തിയത് സ്വന്തം അമ്മയുടെ വാക്കുകളാണ്. അച്ഛൻ തനിക്കായി സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും ചിലവിട്ട് നടത്തിയ കല്യാണം ഇനിയും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ തിരികെ വീട്ടിലേക്ക് വന്നാൽ ജീവിച്ചു തുടങ്ങിയ ഏട്ടന്റെ മേൽ അടിഞ്ഞുകൂടുന്ന അധിക ബാധ്യത അവന്റെ ജീവിതത്തെ കൂടി ബാധിക്കും. നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാർക്കിടയിൽ നാണം കിടുന്നു എന്നൊക്കെ അമ്മ ആവേശത്തിൽ പറഞ്ഞു തരുമ്പോൾ അതിലൊരിടത്ത് പോലും മകളോടുള്ള സ്നേഹവും കരുതലും ഒന്നും കണ്ടതുമില്ല. എപ്പോഴൊക്കെയോ കേട്ടും കണ്ടു ശീലിച്ച കാര്യങ്ങളൊക്കെ തന്നെ തന്റെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത് ഒട്ടൊരു നിസ്സഹായതയോടെ നിരാശയോടെ നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥ. ആശ്രയിക്കാൻ ആരുമില്ലാതായി പോയൊരു പെണ്ണിന്റെ അവസ്ഥ, ആവർത്തനങ്ങൾ. താൻ അതിലൊരാൾ മാത്രം. തുടക്കത്തിൽ തന്നെ കുറച്ച് ക്ഷമിച്ചിരുന്നേക്കാം. പോകെ ശരിയാവുമെന്ന് പറഞ്ഞെന്ന് സ്വന്തം അമ്മ തന്നെയാവുമ്പോൾ പിന്നെ ആരോട് പരാതി പറയാൻ, എങ്ങനെ ധൈര്യം കാണിക്കാൻ? അവരൊക്കെ പറയുന്ന പോലെ തന്നെ ദാസേട്ടൻ തന്റെ ഭാഗ്യമായിരിക്കും. ദാസേട്ടന് പറയത്ത കുഴപ്പങ്ങളൊന്നുമില്ലാലോ. കയ്യിൽ കാശുണ്ട്, മാന്യമായ സ്വഭാവം. താൻ പറയുന്നിടത്തേക്ക് അല്ലെങ്കിൽ മൂപ്പര് പോകുന്നിടത്തേക്ക് കൂടെ കൊണ്ടുപോകുന്നു. ഉടുക്കാൻ നല്ല വസ്ത്രം, കഴിക്കാൻ ഭക്ഷണം, വലിയ വീട്, സമ്പാദ്യം. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ലല്ലോ വേണ്ടത്. ഇരുട്ടിലല്ലാതെ ഒരിത്തിരി സ്നേഹം, വല്ലപ്പോഴും ചേർത്തരികിൽ പിടിച്ചിരുത്തി ഒന്ന് സംസാരിക്കാൻ, കളി പറയാൻ, തന്നിലെ കുഞ്ഞാഗ്രഹങ്ങൾ നടത്തിത്തരാൻ, അതിന് കൂട്ടിരിക്കാൻ, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊരു യാത്ര പോവാൻ.
അങ്ങനെ ഉള്ളിൽ ഊറിക്കൂടിയ ആഗ്രഹങ്ങളൊക്കെ നടത്തിത്തരാൻ ഒരാൾ. അതുമാത്രം ഉണ്ടായില്ല. കള്ളു കുടിച്ചില്ല, പെണ്ണു പിടിച്ചില്ല, മേല് നോവിച്ചില്ല എന്നുള്ള ന്യായങ്ങൾക്കൊപ്പം തന്നെയും മനസ്സാരും ആരും കാണാൻ ശ്രമിച്ചില്ല. ആളുപോലും പതിയെ മാറി തുടങ്ങി. അവരാരുമല്ല, താൻ. അതായിരുന്നു പിന്നെ തനിക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഒരേ ഒരു വഴി. ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാതെയായി. ആ വലിയ വീടിന്റെ മരുമകളിൽ മാത്രം ഒതുങ്ങിക്കൂടി. ആർക്ക് ഈ കൊടുത്തിട്ട് പോയൊരു പാവം മാത്രം. അതിനിടയിൽ പിറന്നുപോയ 2 കുഞ്ഞുങ്ങളുടെ അമ്മ, ദാസേട്ടന്റെ അനുസരണയുള്ള ഭാര്യ, ആ വീടിന് പറ്റിയ മരുമകൾ. അങ്ങനെ വല്ലാത്ത മാറ്റം. അതിനിടയിൽ മാറാതെ പോയെന്നുള്ളത് തന്റെ ആ വായനാശീലം മാത്രമാണ്. പക്ഷെ അപ്പോഴേക്ക് മാറി താമസം തുടങ്ങിയപ്പോൾ മുതൽ ഏതോ കോഴ്സിന് ചേർന്നുകൊണ്ട് ഏടത്തെയും കെട്ടിക്കൊണ്ടുപോകാൻ പഠിപ്പിച്ചുകൊണ്ട് ദാസേട്ടൻ അനിയത്തിക്കുട്ടിയും ജോലിക്ക് പോയി തുടങ്ങിയിരുന്നെന്നായിരുന്നു ഏറ്റവും വലിയ തമാശ. അതിലൊന്നും ആരും എതിർപ്പ് പറഞ്ഞുമില്ല. എന്നോ മറന്നുപോയ ആ മോഹങ്ങളെ അതറിഞ്ഞപ്പോൾ ഒട്ടൊരു നിരാശയോടെ നെഞ്ചിൽ അടക്കി പിടിച്ചത് താൻ മാത്രമായിരുന്നു. ദാസേട്ടൻ ഓഫീസിലും പിള്ളേർ 2 സ്കൂളിലും പോയി തികച്ചു ഒഴിഞ്ഞു കിട്ടിയൊരു ദിവസം. നന്ദഗോപൻ സാറിന്റെ പുതിയൊരു കഥ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്ത അന്നായിരുന്നു. പോസ്റ്റ് ചെയ്ത് 1 മണിക്കൂർ തികയും മുമ്പ് തന്നെ ലൈക്കും കമന്റും ആയിരങ്ങൾക്കപ്പുറം വാങ്ങിക്കൂട്ടുന്ന അസാധാരണ വൈഭവമുള്ള കൈത്തഴക്കം വന്നൊരു എഴുത്തുകാരൻ. ശ്വാസം അടക്കി പിടിച്ചെന്ന പോലെ അത് വായിച്ചു തീർത്തപ്പോൾ തന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു തൂയി പോയിരുന്നു. ആ ഒരു നിറവിൽ സന്തോഷവും സങ്കടവും ചേർന്ന് വലക്കുന്ന മനസ്സോടെയാണ് ആളുടെ ഇൻബോക്സിൽ പോയൊരു മെസ്സേജ് ചെയ്ത് ആദ്യമായി. കഥ പോസ്റ്റ് ചെയ്തതിന് കീഴെ പോയി റിവ്യൂ എഴുതുമെന്നല്ലാതെ ബാക്കിയൊന്നിനും ധൈര്യമില്ലായിരുന്നു. ആളുടെ പുസ്തകമായി എഴുതിയ കഥകളും സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്ന കഥകളൊക്കെയും മുമ്പ് തന്നെ വായിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹസം കാണിക്കുന്നത് അന്ന് ആദ്യമായിട്ടാണ്. അന്നത്തെ കഥയിൽ തന്നെ കണ്ടുകൊണ്ടാണോ അതോ കൊതിച്ച പോലെ ആഗ്രഹിച്ച പോലെ ഒരു പാർട്ട്ണറെ കഥയിൽ നായകൻ അവതരിപ്പിച്ചുകൊണ്ടാണോ? ഇതൊന്നും അറിയില്ലേലും കഥയെക്കുറിച്ചും അതിൻ്റെ അവതരണത്തെക്കുറിച്ചും അതൊരുപാട് ഇഷ്ടമായി എന്നതിനെക്കുറിച്ചും നീട്ടി വലിച്ചെഴുതിയ ആ മെസ്സേജ്, അതാ എഴുത്തുകാരൻ കാണുമോ എന്നും കണ്ടാൽ തന്നെയും തീർത്തും പരിചിതമല്ലാത്ത ഒരാളയച്ച ആ മെസ്സേജ് എങ്ങനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊന്നും വേവലാതി തോന്നിയില്ല. പകരം ആളത് കണ്ടാലില്ലേനും അത്രയൊക്കെ അവിടെ കുറിച്ചിട്ടപ്പോൾ ആ വാക്കുകൾ കൊണ്ട് തന്റെ ഉള്ളവിടെ തുറന്നു കാണിച്ചപ്പോൾ കിട്ടിയ ആശ്വാസം അതൊരുപാട് വലുതായിരുന്നു. അന്നത്തെ ദിവസവും അതിനടുത്ത ദിവസങ്ങളുമെല്ലാം ആ കഥയിലും കഥാപാത്രങ്ങളിലും ചുറ്റിപ്പിണഞ്ഞു കിടന്നു മനസ്സും ചിന്തകളും. കേൾക്കുന്നവർക്ക് അത്ഭുതം തോന്നും. ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ വെറുമൊരു കഥയും അതിലെ കഥാപാത്രങ്ങളും ഒരു മനുഷ്യനെ നിത്യജീവിതത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതം തോന്നും. അത് അനുഭവം ഇല്ലാത്തവർക്ക്. പക്ഷെ അക്ഷരങ്ങൾക്ക് അങ്ങനെ ഒരു മാജിക് കൂടി അറിയാമെന്ന അനുഭവമുള്ളവർ അപ്പോഴും അടിവരയിട്ട് ഉറപ്പിക്കും. നന്ദഗോപൻ സാറിന്റെ അടക്കം വീണ്ടും പുതിയ കഥകൾ പിറന്നിട്ടും അതെല്ലാം വായിച്ചിട്ടും ആ കഥയും അതിലെ പ്രണയാതുരനായ നായകനും അയാളുടെ സ്നേഹവും കരുതലും അവരുടെ സുന്ദരമായ ആ ജീവിതവുമെല്ലാം മനസ്സിൽ നിന്നും മാഞ്ഞു പോയതേ ഇല്ലായിരുന്നു. പക്ഷേ തിരക്കുകൾക്കിടയിൽ കഥാകാരൻ അയച്ചിട്ട മെസ്സേജിന്റെ കാര്യം മറന്നുപോയിരുന്നു. അല്ലെങ്കിലും അങ്ങനെ ഒരു പതിവില്ലായിരുന്നല്ലോ. ആരോടും അങ്ങോട്ട് കയറി മിണ്ടാനൊന്നും ഇപ്പോഴും കഴിവില്ല. ധൈര്യവും ആത്മവിശ്വാസവും ഇല്ല. അത് അന്ന് ആ കഥ വായിച്ച് ഉള്ള നിറഞ്ഞുളുമ്പിയപ്പോൾ ചെയ്തു പോയതാണ്. എത്രയോ ദിവസങ്ങൾ പിന്നെയും പിറന്ന് പൊലിഞ്ഞു. അതിനിടയിൽ വീണ്ടും എത്രയോ കഥകളിൽ കൂടി കയറിയിറങ്ങി. ചിലതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു. ചിലതൊക്കെ വീണ്ടും ഒരു ഓർമ്മ പോലെ അവശേഷിക്കാതെ മറന്നു കളഞ്ഞു. ഫോണിൽ തന്നെ പ്രിയപ്പെട്ട കഥാകാരൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ണിൽപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. അതുവരെയും ഫോട്ടോകളിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരാളെ പെട്ടെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. എഴുത്തുകാരൻ നന്ദഗോപനാണെന്ന് കണ്ടപ്പോൾ ഏറ്റവും അടുത്തൊരാളെ കണ്ടിട്ടെന്ന പോലെ ഉള്ളിലൊരു തിരയിളക്കം. ഗൗരവത്തിന്റെ മേൽ മൂടിയണിഞ്ഞ ഒരാളെ പ്രതീക്ഷിക്കുന്നയിടത്ത് ചിരിച്ചും കളി പറഞ്ഞു രസികനായ ഒരാൾ. ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നൊക്കെ ആള് പറയുന്നുണ്ട്. അതും വായിച്ചതിൽ വെച്ച് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളുടെ ആ കഥ ആളുകൾ കൈനീട്ടി സ്വീകരിച്ച സന്തോഷത്തിൽ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട സന്തോഷം മുഴുവനും ആളുടെ മുഖത്തും വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ട്. അത് വായിച്ചു തീർത്തൊരു വായനക്കാരിയുടെ നിറവപ്പോൾ തന്നിലും ഉണ്ടായിരുന്നു. ആ കഥയുടെ കാര്യം വീണ്ടും പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്നാണ് അന്ന് ആൾക്കയച്ചിട്ട മെസ്സേജ് ഓർമ്മ വന്നു. പിന്നെ ആ പരിസരത്ത് പോലും പോയിട്ടില്ല. അതെന്തേ മറന്നുപോയി. ആളത് കണ്ടു കാണുമോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? അതിനെന്തെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് പിന്നെ തന്നെ ഭരിച്ചു തുടങ്ങിയത്. എങ്കിലും ആ ഇന്റർവ്യൂ തീരുന്നവരെയും കണ്ടിരുന്നു. നന്ദഗോപൻ എന്ന ആ മനുഷ്യൻ താൻ വിചാരിച്ചു വെച്ച പോലെ ഒരാളെയല്ലെന്ന് ഉറപ്പായി. ഹൃദയമിരിപ്പോടെ ആ ഇൻബോക്സിൽ ആളുടെ പേരിൽ വന്ന് കിടക്കുന്ന റീപ്ലൈ മെസ്സേജ് കണ്ടപ്പോൾ സത്യത്തിൽ കോരിത്തരിച്ചു പോയി. ഏറെ ആരാധന തോന്നിയ ഒരാളിൽ നിന്ന് കിട്ടിയ ആ മെസ്സേജ് വിറയലോടെ തന്നെയാണ് അത് തുറന്നു നോക്കിയതും. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. ഇനിയും കൂടെ ഉണ്ടാവും. ഇത്തിരിയുള്ള ആ വരികൾ, അതൊന്ന് തന്നിൽ പകർത്തിയ സന്തോഷം അതിനൊരിക്കലും വിലയിടാൻ കഴിയാത്ത പോലെയായിരുന്നു. സന്തോഷവും അഭിമാനവും ഒക്കെ അതിന്റെ ഏറ്റവും കൂടിയ അവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നിമിഷത്തിലും ഈ മെസ്സേജ് എന്തേ കാണാൻ ഇത്ര വൈകിയെന്നൊരു നിരാശയും തോന്നിയിരുന്നു. അതായിരുന്നു തുടക്കം.
കുറച്ചുനാൾ പിന്നെ യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. പക്ഷെ വീണ്ടും വായിച്ചീർത്ത കഥയുടെ സംതൃപ്തി അറിയിക്കാൻ വീണ്ടും ഒരിക്കൽ താൻ ആ ഇൻബോക്സിൽ തന്നെ ചെന്നെത്തി. എന്തെങ്കിലും എഴുതിയിട്ടാൽ ആൾക്കത് ഇഷ്ടമാവുമോ എന്നുള്ള ആശങ്ക അന്ന് അല്പം പോലും തോന്നിയില്ല. കാരണം അങ്ങനെ ഒരു ഇഷ്ടക്കേടില്ലാത്തതുകൊണ്ടാണല്ലോ തനിക്ക് റിപ്ലൈ തന്ന് നന്ദി പറഞ്ഞത്, തന്നോട് ഇനി കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. അത് നൽകിയ ധൈര്യത്തോടെ കഥയെക്കുറിച്ച് എഴുതി, കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതി. ഏറ്റവും ഒടുവിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് കൂടി എഴുതി ചേർത്തത് ഉള്ളിൽ അടിഞ്ഞുകൂടിയ ആളുടെ അക്ഷരങ്ങളോടുള്ള ആരാധന കൊണ്ട് തന്നെയാണ്. ആദ്യമുള്ളത് പോലെയല്ല. ഇപ്രാവശ്യം ആ മെസ്സേജിന് റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് കയറി നോക്കലായിരുന്നു പിന്നെയുള്ള ജോലി. കുറേയൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. അന്ന് വൈകുന്നേരത്തോടെ തന്നെ റിപ്ലൈ വന്നു. ആ ഇഷ്ടം എന്നെയോ എൻ്റെ കഥയെയോ എന്നൊരു ചോദ്യത്തിനൊപ്പം കുസൃതി നിറഞ്ഞൊരു ഇമോജി കൂടി റിപ്ലൈ ആയിട്ട് കണ്ടപ്പോൾ ജീവിതത്തിൽ ആള് രസികൻ തന്നെയാണെന്നാണ് ആദ്യം കരുതിയത്. കഥകൾ, കഥാപാത്രങ്ങൾ, പിന്നെ കഥാകാരനെയും എന്ന് മറുപടി അയച്ചതും ആരാധനയോടെ തന്നെയാണ്. അങ്ങോട്ട് അയച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആ മെസ്സേജ് സീൻ ചെയ്യുന്നു. പിന്നെ അതിനെന്തോ മറുപടി കുറിക്കുന്ന കണ്ടപ്പോൾ വീണ്ടും വിറയൽ, പരവേശം. പേരാണ് ചോദിച്ചു തുടങ്ങിയത്. മോളുടെ പേരിലാണ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. അത് തന്നെയാണോ റിയൽ നെയിം എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയ ആ തുടക്കം. എത്ര വേഗത്തിലാണ് അയാൾ തനിക്ക് പിന്നെയും പ്രിയപ്പെട്ട ഒരാളായി മാറ്റിയത്. വീടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പിന്നെ താൻ പോലും മറന്നളഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ആൾ ചോദിച്ചറിഞ്ഞു. രസകരമായ സംഭാഷണങ്ങൾ, കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും താൻ വാചാലയായി എഴുതുമ്പോൾ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ആള് തന്നെയാണ്. സാറിൽ നിന്നും വിളിക്കല്ലേ, നന്ദനെന്ന് വിളിക്കൂ എന്നുള്ള ആവശ്യം. പക്ഷെ അത്രയും പോപ്പുലറായി ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആ മനുഷ്യനെ പേരെടുത്ത് വിളിക്കാനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നന്ദേട്ടാന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച ആ ചിരി അന്നത് ഏറെ സന്തോഷം നൽകിക്കൊണ്ട് അവസാനിപ്പിച്ചു പോന്നെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ആരൊരാൾ തൊട്ടരികിലെത്തിയതിന്റെ നിർവൃതി തനിൽ സന്തോഷമായും ഒരു മൂളിപ്പാട്ടായും ഒക്കെ ചുറ്റിത്തിരിഞ്ഞു. അമ്മ ഇന്ന് നല്ല ഹാപ്പിയാണെന്ന് മക്കളും എന്തുപറ്റി മാലിനി ഒരു പാട്ടൊക്കെ എന്ന് ദാസേട്ടനും ചോദിക്കാൻ പാകത്തിന് മാറ്റങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞത്. ഉണ്ടായതെല്ലാം പറഞ്ഞാലും അവർക്കത് താൻ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും നിർവൃതിയുടെയും അതേ തീവ്രതയോടെ മനസ്സിലാവില്ലെന്ന് ഉറപ്പുള്ള കൊണ്ടുകൂടിയായിരുന്നു. എപ്പോഴത്തെയും പോലെ ആ സംസാരം പിന്നെ ഉണ്ടാവാതെ അച്ഛനും മക്കളുടെ വഴിയെ തിരക്കിലേക്ക് തന്നെ വെച്ചു മാറുമ്പോൾ താനും തന്റെ ലോകത്തേക്ക് തിരക്കായി പോയി. ആള് പിന്നെയും എഴുതി. അതിനെക്കുറിച്ച് താൻ ആൾക്കും എഴുതി. പതിയെ പരസ്പരമുള്ള അകലം കുറഞ്ഞു, അടുപ്പം കൂടി. അതിന്റെ ഫുൾ ക്രെഡിറ്റ് നന്ദഗോപൻ സാറിന് തന്നെയാണ്. ചിരിച്ചും പറഞ്ഞും ആള് തന്നെ മാറ്റിയെടുത്താണ്. ഗുഡ് മോർണിംഗ് മെസ്സേജും ഗുഡ് നൈറ്റ് മെസ്സേജിനും ഒപ്പം മാലിനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി അയക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറിപ്പുകൾ. സ്നേഹവും സന്തോഷവും പ്രണയവും വിരഹവും പിന്നെ സൗഹൃദവും മാറി മാറി നിറയുന്ന ആ വാക്കുകൾ, അത് തനിക്ക് വേണ്ടി മാത്രമുള്ളതാണല്ലോ എന്നുള്ള ചിന്ത പോലും നൽകിയ ഊർജം വളരെ വലുതായിരുന്നു. കാരണം അത്രയൊന്നും അടുത്ത കാലത്ത് ആരും തന്നെ പരിഗണിച്ചിട്ടില്ല. നേരം വെളുത്തുടനെ ആദ്യം തിരയാൻ കാണിക്കുന്ന ആവേശത്തിൽ തന്നെയുണ്ട് താൻ അതിൽ എത്രമാത്രം അലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആളെഴുതിയ ഒരു പ്രണയകഥയ്ക്ക് കീഴെ ഇത് മാലുവിന് വേണ്ടി നന്ദഗോപൻ എഴുതിയെന്നൊരു കുറിപ്പോടെ പങ്കുവെച്ച് കണ്ടപ്പോൾ തോന്നിയ തരിപ്പ്, ആരാധനയ്ക്കുമപ്പുറം മറ്റെന്തോ വികാരം ആദ്യമായിരിക്കും തന്നിൽ ഉറവിട്ടത്. ഇൻബോക്സിൽ കഥ വായിച്ചോ എന്നുള്ളൊരു ചോദ്യം വന്ന് കിടപ്പുണ്ട്. ഒരു മൂളിൽ മാത്രമാണ് ഉത്തരം കൊടുത്തത്. ഹൃദയവും ശരീരവും ഒരുപോലെ വിറക്കുന്നു. എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നു മാലു, ബുദ്ധിമുട്ടാവോ എന്നാണ് പിന്നെയുള്ള ചോദ്യം. ആദ്യമായിരുന്നു അങ്ങനെ ഒരു ചോദ്യം. അതുവരെയും മെസ്സേജ് മാത്രമായിരുന്നു. വോയിസിൽ കൂടിയായിരുന്നു മിണ്ടിയതൊക്കെ. അതിൽ കൂടി തന്നെ മനസ്സ് നിറയുന്ന പോലെ സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും പിന്നെ കോൾ ചെയ്യാനും കഴിയുന്നതുകൊണ്ട് നേരിട്ട് ഫോണിൽ വിളിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ആളത് പറഞ്ഞിട്ടുമില്ല. എന്ത് പറയണമെന്നറിയാതെ ആ മെസ്സേജ് തന്നെ നോക്കി നിന്നുപോയി. മറുപടിയൊന്നും കൊടുക്കാതെ തിരിച്ചിറങ്ങിപ്പോന്നു. മനസ്സിനെയും ചിന്തകളെയും തനിക്ക് തന്നെ വരുതിയിൽ ഒതുക്കാൻ കഴിയാത്ത പോലൊരു തോന്നൽ. അതങ്ങനെ അന്നത്തെ ദിവസം മുഴുവനും നീണ്ടു നിന്നു. ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ, ആൾക്ക് തന്നോട് എന്താവും നേരിട്ട് സംസാരിക്കാനെന്നൊക്കെ തന്നെയാണ് ചിന്തകളെ ഭരിച്ചത്. ഓർത്തോർത്തു നിൽക്കെ ആ സൗഹൃദവും ആ മനുഷ്യനും തനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണല്ലോ എന്നൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. എത്രയോ പേര് ആരാധനയോടെ നോക്കിക്കാണുന്ന വ്യക്തി, അക്ഷരങ്ങൾ കൊണ്ട് മറ്റൊരു ലോകം തന്നെ തീർക്കുന്നയാൾ, എല്ലാവരോടും മാന്യമായി തന്നെ ഇടപെടുന്ന ആ രസികൻ എത്രമാത്രം ഉയർച്ചയിലാണ് നിൽപ്പെന്ന് മനസ്സിലാക്കാൻ ആളുടെ കഥയുടെ റിവ്യൂ ബോക്സും പിന്നെ പുറത്തിറങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായവുമൊക്കെ വെറുതെ ഒന്ന് കേട്ട് നോക്കിയാൽ മാത്രം മതിയാവും. ആയിരക്കണക്കിന് അഭിനന്ദനങ്ങളും സ്നേഹത്തിന്റെ നിറവും നിറഞ്ഞു നിൽപ്പുണ്ടവിടം. അങ്ങനെ ഒരാൾക്ക് താൻ പ്രിയപ്പെട്ടതാവും. അതുകൊണ്ടാവും വിളിക്കാനും സംസാരിക്കാനും തോന്നിയത്. മോശമായ ഒരു വാക്കോ നോക്കോ തനിക്ക് നേരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. സങ്കടങ്ങളെപ്പോലും ചിരികൊണ്ട് നേരിടാൻ പഠിപ്പിച്ചത് ആളാണല്ലോ. തനിക്കൊപ്പം തന്റെ വീട്ടുകാരെയും കൂടി ആൾക്കറിയാം. ഏറ്റവും ഒടുവിൽ നമ്പർ കൊടുത്തേക്കാം എന്നൊരു ചിന്തയിൽ വീണ്ടും ആ ഇൻബോക്സിൽ തന്നെ ചെന്നെത്തി. പക്ഷേ അന്നവിടെ കുറിച്ചിട്ട ഹായ് എന്നൊരു മെസ്സേജ് 2-3 ദിവസങ്ങൾക്ക് ശേഷവും സീൻ ചെയ്യാതെ കിടക്കുന്നുണ്ടപ്പോൾ തോന്നിയ സങ്കടം, നിരാശ, അതിന്റെ അളവൊന്നും ഒരാൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. അത്രത്തോളം കനം. നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ആളോടുള്ള സൗഹൃദം, അടുപ്പം,
അതെല്ലാം തന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഭയപ്പെടുത്തി. കാരണം ഒറ്റപ്പെട്ട ഒരു തുരുത്തിലെന്ന പോലെ കുരുങ്ങിക്കിടന്ന തനിക്ക് ആ മനുഷ്യന് റിലീഫ് കൂടിയായിരുന്നു. ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന തന്നിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചം കൂടിയായിരുന്നു നന്ദഗോപൻ. താൻ ആളോട് മിണ്ടുമ്പോൾ, ആള് തന്നോട് മിണ്ടുമ്പോഴെല്ലാം എങ്ങോ നഷ്ടപ്പെട്ടു പോയൊരു മാലിനി വീണ്ടും പുനർജന്മം കൊണ്ട പോലെയായിരുന്നു. മാലു എന്നുള്ള ആ വിളികളൊക്കെയും തനിക്കുള്ള എനർജി സ്ക്രെറ്റ് കൂടി ആയിരുന്നല്ലോ. എന്തു പറ്റിയെന്ന് ദാസേനും പിള്ളേരും ചോദിക്കുന്ന അത്രയും മാറ്റങ്ങൾ വീണ്ടും തന്നിൽ വന്നു തീർന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ വീണ്ടും വീണ്ടും കയറിയിറങ്ങിയ ആ മെസ്സേജ്. നന്ദേട്ടൻ ഓൺലൈനായിട്ടും താൻ അയച്ചിട്ട മെസ്സേജ് മാത്രം നോക്കുന്നില്ലെന്ന് അറിവ് നൽകിയ വേദന. ഇതാണ് എൻ്റെ നമ്പര്, എന്നെ ഒന്ന് വിളിക്കോ എന്ന് നമ്പരടക്കം എഴുതി ചേർത്തുകൊണ്ട് അയക്കുമ്പോൾ താൻ കരഞ്ഞുപോയത് എങ്ങനെയെന്ന് ആൾക്ക് തന്നെ അറിയില്ലായിരുന്നു. നിസ്സഹായതയുടെ അങ്ങേയറ്റം. ഒന്നും മിണ്ടാതെ ഇനിയും വയ്യായിരുന്നു. മെസ്സേജ് കണ്ടയുടനെ വിളിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. പിന്നെയും ഉള്ളൊരുക്കത്തിന്റെ 2 ദിവസങ്ങൾ നീണ്ടുപോയി. സ്വന്തം പ്രവൃത്തിയിൽ തനിക്ക് തന്നെ ഒരു ലജ്ജ തോന്നുന്നുണ്ട്. പക്ഷേ വിട്ടുകളയാൻ വയ്യാത്ത എന്തോ ഒന്നിനെ അയാൾ തന്റെ ഹൃദയത്തിൽ വിത്ത് പാകി മുളപ്പിച്ചു കഴിഞ്ഞു. ആർക്കും കൊടുക്കാത്തൊരു സ്ഥാനം താൻ അയാൾക്ക് കൊടുത്തപ്പോൾ ആരും തരാത്തൊരു വേദനയാണ് തിരികെ തന്നതെന്ന് ഹൃദയം വിലപിച്ചു. സൗഹൃദമെന്നാണോ പ്രണയമെന്നാണോ വിളിക്കേണ്ടത്? സ്വയം ചോദിച്ച് തോറ്റുപോയൊരു ചോദ്യം. അതിനേക്കാൾ അയാൾ കൈപ്പിടിയിൽ ഒതുക്കിയ തന്റെ ഹൃദയം അതിനെ എങ്ങനെ തിരികെ പിടിക്കുമെന്നറിയില്ല. എല്ലാം കൂടി ഓർത്തിട്ട് തലവിരുത്തു. ഉള്ളിൽ അടക്കി പിടിക്കാനും ആരോടെങ്കിലും പറഞ്ഞ് സങ്കടം തീർക്കാനും കഴിയാത്തൊരു വിഷമമായിരിക്കുന്നു തനിക്ക് നന്ദഗോപൻ. ആരാധനയോടെ കടന്നിയെന്ന് തന്നെ അയാൾ ഒരു മാന്ത്രിക വലയിൽ പെടുത്തിയ പോലെ. തിരിച്ചിറങ്ങി പോരാൻ തനിക്ക് പോലും തോന്നാത്തൊരിടം. ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ ഹൃദയം തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭാര്യയാണെന്നും അമ്മയാണെന്നും മനഃപൂർവ്വം മറന്നുകളയുകയാണ്. നന്ദഗോപൻ എന്ന മനുഷ്യനാൽ തളച്ചിടപ്പെട്ട വെറും ഒരു സ്ത്രീ മാത്രമായി മാലിനി ചന്ദ്രദാസ് ചുരുങ്ങിപ്പോയിരിക്കുന്നു. മാലു എന്നുള്ള സ്നേഹം നിറഞ്ഞ വിളികളിൽ സ്വയം കൊരുത്തു കഴിഞ്ഞു. സോറി മാലു, ഞാനൊരു ട്രിപ്പിലായിരുന്നു ഫാമിലിയുടെ കൂടെ. തന്നെ മെസ്സേജ് കണ്ടപ്പോൾ വിളിക്കാൻ കഴിയാത്തതാ എന്നറിയിച്ചുകൊണ്ട് വന്ന മെസ്സേജ്. 2-3 നാളുകൾക്കപ്പുറം വന്നു ചേർന്ന മെസ്സേജ് വായിക്കുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ തോന്നിയത്? രണ്ടായാലും കണ്ണു നിറഞ്ഞിരുന്നു. സ്വയം മറന്നുകൊണ്ട് താൻ ലയിച്ചു പോയ ആ മനുഷ്യൻ അയാളുടെ ജീവിതത്തിലെല്ലാം ആഘോഷമാക്കുന്നു. ആൾക്ക് ഭാര്യയുണ്ട്, 2 പെൺകുട്ടികളുണ്ട് എന്നൊക്കെ അറിയാമായിരുന്നു. എന്നാൽ താനും അയാളിൽ മാത്രം തന്റെ ലോകം നിറച്ചു വെച്ചിരിക്കുന്നു. സന്തോഷവും സമാധാനവും അയാളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അവകാശം പറയാൻ ഒന്നുമില്ലാത്തൊരു ബന്ധം. വീണ്ടും വിചാരത്തിന്റെ കുറച്ച് മണിക്കൂറുകൾ. പക്ഷെ അതിനധികം ആയുസുണ്ടായിരുന്നില്ല. കാരണം പിറ്റേന്ന് രാവിലെ നന്ദേട്ടൻ തന്നെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അതുവരെയും ഓർത്ത് ഉറപ്പിച്ചു എല്ലാം അപ്പാടെ മറന്നുകൊണ്ട് ഇത്രയും ദിവസം പരിഗണിക്കപ്പെടാതെ പോയതിൽ യാതൊരു ഉളുപ്പുമില്ലാതെ അയാളോട് പരിഭവം കാണിക്കുന്ന തിരക്കിലായിരുന്നു. മധുരമൂറുന്ന വാക്കുകൾ കൊണ്ട് നന്ദഗോപൻ വീണ്ടും തിരിച്ചിറങ്ങി പോകണമെന്നുള്ള ചിന്തകൾക്ക് തടയിട്ട് കഴിഞ്ഞു. മാലു എന്നുള്ള ഓരോ വിളികളെയും കാത്തിരുന്നുകൊണ്ട് തന്റെ ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു. മെസ്സേജിൽ ആദ്യമാദ്യം കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്ന ആള് കുറച്ചുകൂടി പരിചിതമായപ്പോൾ അത് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കൂടി പടർത്തിയിരുന്നു. എങ്കിലും അതിരുവിട്ടിരുന്നില്ല. പക്ഷേ ഫോൺ വിളികളിൽ ആ മാന്യത ഉണ്ടായിരുന്നില്ല. സംസാരം പലപ്പോഴും ബെഡ്റൂമിലേക്ക് വരെ നീട്ടിക്കൊണ്ടുപോകുന്നു. പിന്നെ ആളുടെ സംസാരത്തിന്റെ ടോൺ തന്നെ മാറിക്കഴിഞ്ഞു. സെക്സിനെ കുറിച്ച് മാത്രം പറഞ്ഞു തുടങ്ങി. എതിർക്കാൻ 1000 കാരണങ്ങളുണ്ടായിട്ടും അതിനു പറ്റാതെ താനും. അങ്ങനെ പറയരുത്, എനിക്കത് ഇഷ്ടമല്ലെന്നുള്ള വാക്കുകൾ ഹൃദയത്തിൽ തിളച്ചും മറിഞ്ഞിട്ടും അയാളോടത് പറഞ്ഞു പോയാൽ ആ മനുഷ്യനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അതായിരുന്നു മുന്നിട്ട് നിന്നത്. ആ വിഷയത്തിൽ നിന്ന് ആളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആവതും ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അതിനിടയിൽ എനിക്ക് തന്നെ നാട്ടിലേക്ക് വരാൻ ഒരു അവസരമുണ്ട്. വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാലുവിനെ കാണണം. അതിനുകൂടിയാ ഒരുപാട് റിസ്ക് എടുത്ത് വരുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പോൾ അതായി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നെഞ്ചൊന്ന് തുടിച്ചു. എങ്കിലും അതിന് തനിക്ക് ഓക്കെ ആയിരുന്നില്ല. ദാസേട്ടൻ സമ്മതിച്ചു തരില്ല എന്നൊരു ഒഴുക്കിനുത്തരം പറയുമ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തന്നെയായിരുന്നു തന്റെ മനസ്സിലും. നേരിൽ കാണാൻ അത്രത്തോളം ആഗ്രഹം തനിക്കുണ്ട്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താൻ വരും. ഇനി വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും മാലുവിനെ വിളിക്കില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും സങ്കടം വന്നു പോയി. അവസ്ഥയൊന്നും മനസ്സിലാക്കൂ എന്ന് ഹൃദയം കൊണ്ട് കേണു പറഞ്ഞു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഇനി സംസാരിക്കാൻ നേരിട്ട് അതിനു പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വിളിക്കില്ല മിണ്ടില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ തീർത്തും പ്രതിസന്ധിയിൽ പെട്ടുപോയി. ആളോട് മിണ്ടാതെ ആള് വിളിക്കാതെ കടന്നുപോയ ദിവസങ്ങൾ 2 ആണ്ടിന്റെ നീളമുണ്ടെന്ന് തോന്നിപ്പോയി. ഒടുവിൽ ഗതികേട് കൊണ്ട് കാണാൻ പോകാൻ തന്നെ തീരുമാനമെടുത്ത് ആള് മിണ്ടില്ലെങ്കിൽ തനിക്ക് ഒരുപാട് നോവുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. നന്ദേട്ടൻ പറഞ്ഞ ആ ദിവസം എനിക്കൊരു കൂട്ടുകാരിയെ കാണാൻ പോകണമെന്ന് ദാസേട്ടനോട് മുൻകൂട്ടി പറഞ്ഞിട്ടു. അതുവരെ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കേട്ടിട്ടില്ലാത്തതുകൊണ്ടോ അതോ ഇങ്ങനെ ഒരു കൂട്ടുകാരി ശരിക്കുണ്ടോ എന്നുള്ള സംശയം കൊണ്ടോ എന്തായാലും കുറച്ചു നേരം തന്നെ നോക്കിയിരുന്നുകൊണ്ട് ദാസേട്ടൊന്ന് മൂള് മാത്രം ചെയ്തപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പിന്നെ ആ മുന്നിൽ നിന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആൾക്ക് മുന്നിൽ എത്തുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്.
അതെന്താണെന്ന് വിശദീകരണം കൊടുക്കാൻ കഴിയില്ലേലും ഉള്ളിൽ കള്ളത്തരം നിറച്ചുള്ളതുകൊണ്ടാവും. ആളെ നോക്കുമ്പോൾ ഈടായിട്ടൊരു പതർച്ചയുണ്ട്. എന്നിട്ടും നന്ദഗോപിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ലെന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പക്ഷെ അതിനേക്കാൾ ആശങ്കപ്പെടുത്തിയത് ദാസേട്ടന്റെ മാറി വരുന്ന സമീപനങ്ങളിലാണ്. തന്നോട് അടുക്കാൻ ആൾ താല്പര്യം കാണിക്കുന്ന പോലെ തോന്നി. അന്നുവരെയും തന്റെ വയ്യായികളോ ആവലാദികളോ കേൾക്കാൻ നിന്ന് തരാത്ത ആള് പിന്നെ ഇടയ്ക്കിടെ നിനക്കെന്താ മാലിനി വയ്യെന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ എന്തുപറ്റി മാലു ഓക്കെ അല്ലേ എന്ന് നന്ദേട്ടൻ സ്നേഹത്തോടെ ചോദിക്കുന്നതാണ് മനസ്സ് മുഴുവനും. ആ സ്നേഹത്തിലും പരിഗണനയിലും മാത്രം മനസ്സങ്ങനെ ഉടക്കി നിന്നുപോയി. കാണാൻ ആഗ്രഹം പറഞ്ഞ് വിളിച്ച് നിർബന്ധം പറഞ്ഞ നന്ദേട്ടനാണെങ്കിലും പിന്നെ ആ ദിവസത്തിന് കാത്തിരുന്നത്രയും താനായിരിക്കും. കള്ളത്തരം ചെയ്യുന്ന ഒരു കുട്ടിയുടെ മനസ്സോടെ ആ ദിവസം ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മാത്രമായിരുന്നു പിന്നെയുള്ള ചിന്ത. ഞാൻ വരുമെന്ന് ഉറപ്പുകൊടുത്ത മുതൽ നന്ദേട്ടൻ വീണ്ടും വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പരസ്പരം കാണുന്ന ആ നിമിഷങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ നിലതെറ്റിപ്പോയത് തനിക്കാണ്. താനൊരു ഭാര്യയാണെന്നും പ്രതീക്ഷിക്കുന്ന സ്നേഹവും പരിഗണനയൊന്നും കിട്ടിയില്ലേലും ചന്ദ്രദാസ് എന്നൊരു ഭർത്താവ് തനിക്കുണ്ടെന്നും അദ്ദേഹം തന്നെ 2 മക്കളുടെ അച്ഛനാണെന്നും ഈ ചെയ്യുന്നതിന് താനിപ്പോൾ എത്രയൊക്കെ മോഡിഫൈ ചെയ്താലും ഇതൊരു തെറ്റ് തന്നെയാണെന്ന് ഹൃദയം ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോഴെല്ലാം താനൊരു മനുഷ്യ സ്ത്രീയാണെന്നും സ്നേഹവും പരിഗണനയും വല്ലാതെ കൊതിക്കുന്നുണ്ടെന്നും ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അത് കിട്ടാത്തതുകൊണ്ടാണ് കിട്ടുന്നയിടത്തേക്ക് ചാഞ്ഞു പോയതെന്നും താനും നന്ദേട്ടനും തമ്മിൽ ആത്മാർത്ഥമായ സൗഹൃദമാണെന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മനസ്സിനെ വഞ്ചിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാനിത് ലീവാണ്, കൊണ്ടുവരണോ എന്ന് നന്ദേട്ടനെ കാണാൻ പോകുന്ന ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ദാസേട്ടൻ ചോദിച്ചപ്പോൾ ഹൃദയം നിലച്ചുപോലെയായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചോദ്യം കേൾക്കാനും ആ കൂടെ മനസ്സോടെ പുറത്തുനിന്ന് പോകാൻ എത്ര കൊതിച്ചിരുന്നു. എന്നിട്ടിപ്പോ വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ഒട്ടും മയമില്ലാത്ത തന്റെ ആ മറുപടി ഒരുപാട് കാലത്തെ തിരസ്കാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. ദാസേട്ടനും പിന്നൊന്നും പറയാതെ പോവുകയും ചെയ്തു. ആളോട് പറഞ്ഞ അതേ കള്ളം വീട്ടിലും ആവർത്തിച്ചുകൊണ്ട്. അമ്മ വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരാന്നുള്ള മോഹന വാഗ്ദാനം കുട്ടികൾക്കും കൊടുത്തുകൊണ്ട് വീട്ടിൽ ഞാൻ ഇറങ്ങുമ്പോൾ ലേശം കുറ്റബോധം തോന്നാതിരുന്നില്ല. എങ്കിലും പോയി. എന്നെ സ്നേഹിക്കായിട്ടല്ലേ, ഞാൻ കൊതിച്ച പോലെ എന്നെ പരിഗണിക്കായിട്ടല്ലേ, എന്നെ ചേർത്ത് പിടിക്കായിട്ടല്ലേ എന്നൊരു ന്യായീകരണം ഉള്ളിൽ നിറച്ചു. നന്ദേട്ടൻ പറഞ്ഞെന്ന സ്ഥലം ഓട്ടോക്കാരന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കയറിയിരിക്കുമ്പോൾ ഉള്ളം വല്ലാതെ തുടിച്ചു തുള്ളി. കറുപ്പിൽ സ്വർണ്ണ കളർ ബോർഡറുള്ള സാരിയും അതിന് ചേരുന്ന ബ്ലൗസും ഇട്ട് അണിഞ്ഞൊരുങ്ങിയത് കറുപ്പ് നിറത്തിൽ മാലു എന്ത് സുന്ദരിയാണെന്നുള്ള നന്ദേട്ടൻ എപ്പോഴോ പറഞ്ഞുള്ള വാക്കുകൾ ഓർത്തുകൊണ്ടായിരുന്നു. കണ്ണെഴുതൂട്ടോ, എങ്കിൽ ആ കണ്ണുകൾക്ക് കൂടുതൽ ഭംഗിയുണ്ടാവും എന്നുള്ള വാക്കോർത്തുകൊണ്ടെന്ന് പതിവില്ലാതെ കണ്ണെഴുതി കറുപ്പിച്ചു. വെളുത്തുടുത്ത കൈകളിൽ കുപ്പിവളക്കിലുക്കം കൂടിയായ പൊളിക്കുമെന്ന് പറഞ്ഞതും ഓർമ്മയിലുള്ള കൊണ്ടാണ് കൈ നിറച്ചും എന്നോ അലമാരിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പല വർണ്ണത്തിലുള്ള കുപ്പിവളകൾ എടുത്തിട്ടുള്ളത്. ചായം പുരട്ടരുത്. മാലുവിന്റെ ചുണ്ടുകൾ ഇങ്ങനെ കാണാനാണ് ആകർഷണം. മുടി കെട്ടിവെക്കാതെ അഴിച്ചിടണം, എങ്കിലും ആ മുഖത്തെ പ്രകാശം പൂർണ്ണമായിട്ട് അറിയാലോ. സാരി പ്ലീറ്റ് എടുത്തിട്ട് അടുക്കി വെക്കല്ലേ, അതിങ്ങനെ ഒഴുകി കിടക്കട്ടെ. മാലുവിന്റെ സ്ട്രക്ചർ അപ്പോഴേ പൂർണ്ണാവൂ എന്നിങ്ങനെ പിന്നെയും നിരവധി നിർദ്ദേശങ്ങൾ. ഒരുമിച്ച് ജീവിച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറവും ദാസേട്ടൻ മൈൻഡ് ചെയ്യാത്ത, എന്നാൽ പറഞ്ഞു കേൾക്കാനും അഭിപ്രായമറിയാനും താൻ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നന്ദേട്ടൻ എണ്ണി പറയുമ്പോൾ ദാസേട്ടന് മുമ്പേ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയില്ലല്ലോ, എങ്കിലും എൻ്റെ ജീവിതം നിങ്ങളുടെ കൂടെ എത്ര മനോഹരമായ ഒന്നായനെ എന്നുള്ളത് ആളോട് പറയുമ്പോൾ അന്ന് പറഞ്ഞു ചേർത്ത വാക്കുകൾ ഇന്നും ഓർക്കുമ്പോൾ ഉള്ളിലൊരു ശലഭം ചിറകുടയും പോലൊരു സുഖമാണ്. വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയൊക്കെ സന്തോഷമാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് തനിക്ക് നന്ദഗോപൻ. അടുക്കി വെച്ച അക്ഷരങ്ങൾ കൊണ്ടൊരാൾ അദ്ദേഹം വർണ്ണിക്കുമ്പോൾ അതൊരു അശ്ലീലമാണെന്ന് തോന്നുകയില്ല. ഈ ലോകത്ത് മറ്റാരോടും തോന്നാത്ത വിധം ഒരു ഇഷ്ടമാണ് എനിക്ക് നിന്നോടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി സ്ഥലത്തി. ഓട്ടോക്കാരൻ പയ്യനാണ് ചിന്തകളിൽ നിന്ന് തൊട്ടു വിളിച്ചത്. വിളറിയ ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി കാശെടുത്ത് നീട്ടി. ആ പയ്യൻ ചിരിയോടെ തന്നെ ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട്. പറയുമ്പോൾ ഒരു പതർച്ചയുണ്ട്. ഇവിടെ ഇതത്ര നല്ല സ്ഥലമല്ല കേട്ടോ. ബാക്കി കാശ് നീട്ടിക്കൊണ്ട് പറയുമ്പോൾ അവനിൽ ആ പഴയ ചിരി ഉണ്ടായിരുന്നില്ല, പകരം മറ്റെന്തോ ഭാവം. ഉള്ളിൽ കള്ളത്തരം കാണിക്കുന്നതിന്റെ വിറയിലോടെ അവന് നോക്കാതെ മുന്നോട്ട് നടക്കുമ്പോൾ ആദ്യമായി നന്ദേട്ടനെ കാണുന്നതിന്റെ ത്രില്ല് വീണ്ടും തന്നെ പൊതിഞ്ഞു. തീർത്തും അപരിചിതമായൊരിടത്ത് എത്തിപ്പെട്ടതിന്റെ എല്ലാ വെപ്രാളവുമുണ്ട്. തിരയുന്നിടത്തെല്ലാം യാതൊരു പരിചയമില്ലാത്തവർ. ബാഗിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് നന്ദേട്ടന്റെ നമ്പറിൽ കോൾ ചെയ്യുമ്പോഴും വിറക്കുന്നുണ്ട്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ തൊട്ട് വിളിക്കുമ്പോൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കയ്യിലൊരു ചുവന്നു കൊടുത്ത റോസാപ്പൂവ് നീട്ടി അതിനേക്കാൾ ഭംഗിയുള്ളൊരു ചിരിയോടെ നന്ദേട്ടൻ. ഹൃദയം നിലച്ചുപോയൊരു കാഴ്ച ഫോൺ സ്ക്രീനിൽ കണ്ട് കൊതിച്ച ആ ചിരി എങ്ങനെ തൊട്ടുമുമ്പിൽ വിടർന്നിൽപ്പുണ്ട്. വാങ്ങിക്കുമാലും മധുരമൂർന്ന വാക്കുകൾ തൊട്ടരികെ കൈ നീട്ടി അത് വാങ്ങുമ്പോൾ തനിക്കൊരു കാമുകിയുടെ മനസ്സായിരുന്നു. ആ പൂവിനേക്കാൾ ചുവപ്പുണ്ടിപ്പോൾ. മാലുവിന്റെ കവിളിൽ നിന്നുകൂടി ആള് പറഞ്ഞു കേട്ടപ്പോൾ ഒന്നുകൂടി ചുവന്നു. വാ, ഞാനൊരുപാട് നേരം കാത്തിരിപ്പാ പറഞ്ഞുകൊണ്ട് തന്നെ തന്റെ കൈയും പിടിച്ചുകൊണ്ട് ആള് മുന്നോട്ട് നടന്നു. മെറൂൺ കളർ ഷർട്ടും നീല ജീൻസും ഒക്കെയായി വൃത്തിയായി ഡ്രസ് ചെയ്തിരിക്കുന്നു. അതിനൊപ്പം തന്നെ ആൾക്ക് ചുറ്റും പറന്നു നിൽക്കുന്ന ഒരു ഗന്ധം.
എല്ലാം കൂടി ഏതോ ഒരു സ്വപ്ന ലോകത്ത് എത്തിപ്പെട്ട പോലെയായിരുന്നു. ഇരിക്ക്. ഏറ്റവും അറ്റത്തുള്ള ടേബിളിനരികിൽ കൊണ്ട് ചെന്ന് നിർത്തി പറഞ്ഞിട്ട് തനിക്കൊപ്പം തനിക്കരികിലേക്ക് തന്നെ ആളും കയറിയിരുന്നു. ഹൃദയം വീണ്ടും ഇടിക്കാൻ മറന്ന പോലൊരു ശൂന്യത. കഴിക്കാനെന്ത് വേണ്ട? മെനു കാർഡ് നോക്കി ചിരിയോടെയുള്ള അന്വേഷണം. എനിക്ക് എന്തെങ്കിലും വീക്കിക്കൊണ്ട് പറയുമ്പോൾ ആള് ചിരിക്കുന്നുണ്ട്. മാലുവിന്റെ ഇഷ്ടം പറയടോ, അത് വാങ്ങിക്കാം. ഒന്ന് ഓർത്തു നോക്കി. ഇഷ്ടങ്ങളെല്ലാം നഷ്ടമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ ആ ഇഷ്ടങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരാൾ. അതുവരെയും തോന്നിയ അപരിഷതാബോധം മാറിപ്പോയത് എത്ര പെട്ടെന്നാണ്. ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആൾക്കൊപ്പം താനും സംസാരിച്ചു തുടങ്ങി. ഞാൻ കരുതി മാലു ഫോണിൽ കൂടി മാത്രമേ സംസാരിക്കുമെന്ന്. ഇപ്പൊ സമാധാനായി എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഉറക്കെ ചിരിച്ചു. കഥയും കഥാപാത്രങ്ങളുമെല്ലാം സംസാരത്തിനിടെ വന്നുപോയെങ്കിലും ആൾ കൂടുതലായി പറഞ്ഞത് വർണ്ണിക്കാൻ തിടുക്കം കാണിച്ച തന്നെ കുറിച്ചും തന്റെ സാരി, ചിരി, നോട്ടം, വർത്തമാനം എന്നതിനെ കുറിച്ചൊക്കെയാണ്. മുമ്പും ഫോണിൽ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് ആള് കണ്ണിൽ നോക്കി പറയുമ്പോൾ അത് അന്നുണ്ട്. പറയുന്നതിനൊപ്പം തന്നെ തന്റെ കയ്യിലുള്ള ആ തഴുകൽ അതൊട്ടും ഇഷ്ടമാവുന്നില്ല. അതുമാത്രമല്ല, നല്ല അസ്വസ്ഥതയും തോന്നുന്നുണ്ട്. പക്ഷെ എതിർപ്പൊന്നും പറയാൻ കഴിയാത്ത വിധം നാവിന് വിലങ്ങി വീണ പോലെ. ആരും കേൾക്കാനില്ലാതെ മരവിച്ചു പോയ തന്റെ ഒരുപാട് സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും യാതൊരു മടുപ്പുമില്ലാതെ കേട്ടിരുന്നവനാണ്. മറ്റാരും തരാതിരുന്ന പരിഗണന ഒരുപാട് തന്നവനാണ്. മറ്റാർക്കും കൊടുക്കാത്തൊരു സ്ഥാനം തനിക്ക് മാത്രം ഹൃദയത്തിൽ തന്നവനാണ്. നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും ആശ്വാസം പകർന്നവനാണ്. ആൾക്കിഷ്ടമില്ലാത്തൊന്ന് ചെയ്തുകൊണ്ട് ആ സ്ഥാനം ഇല്ലാതാക്കാൻ ഭയമാണ്, വല്ലാത്ത ഭയം. ആ ശൂന്യതയെ തനിക്കിനി ഹൃദയത്തിലേറ്റാൻ വയ്യ. എനിക്കിവിടെ റൂമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. തികച്ചും സ്വകാര്യം പോലെ അയാളത് പറയുമ്പോൾ ആ മുഖത്തേക്ക് പകച്ചു നോക്കി. നേരിൽ കാണണം, കുറച്ചു നേരം അടുത്തിരുന്ന് സംസാരിക്കണം, അതിനുവേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പറയുന്നവന്റെ അപ്പോഴുള്ള മുഖം അത് തനിക്കൊട്ടും പരിചയമായിരുന്നില്ല. എനിക്ക് പോണം. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങും മുന്നേ വീണ്ടും അടക്കി പിടിച്ചിരുത്തി. പോയിക്കോ, പോകുന്നതിനെ വേണം. പക്ഷെ പോകുന്നത് എൻ്റെ ആഗ്രഹം തീർത്തു തന്നിട്ട് എത്ര നാളായി മാലു എന്നെങ്ങനെ കൊതിപ്പിക്കുന്നു നീ. അതൊന്ന് തീർക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയില്ല ഞാൻ. എന്നിട്ടിപ്പോ പരിഭവം പോലെയാണ് പറച്ചിലെങ്കിലും ആ കണ്ണുകളിലെ ഭാവം, കൈകളുടെ മുറുക്കം ശരീരം പിടിച്ച് ഞെരിക്കുന്നുണ്ട്. അതുവരെയും വേദനകളിൽ ആശ്വാസം പകർന്നവന് അന്ന് വേദനിപ്പിക്കാനായിരുന്നു കൂടുതൽ തിടുക്കം. എന്നെ വിടൂ, എനിക്ക് പോണം. ഈ പ്രാവശ്യം പ്രണയമെല്ലാം പറ്റി തികച്ചും ദയനീയമായിരുന്നു തന്റെ വാക്കുകൾ. ഭയത്തോടെയും പറയുന്ന കേൾക്കുമാലു, നീ പോയിക്കോ, പോവേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണല്ലോ. ആള് തന്നെ ഒന്നുകൂടി അടക്കി പിടിക്കാൻ ശ്രമിച്ചു. ദയവ് ചെയ്ത് എന്നെ വിട്, ഞാനൊരു ഭാര്യ, അമ്മയാ. വിങ്ങി വിറച്ചുകൊണ്ട് പറയുമ്പോൾ ആ വാക്കുകൾ കൂടി പരിഹസിക്കുന്ന പോലെ. ഭാര്യ, അമ്മ. നന്ദഗോപന്റെ ചിരിയിലും പുച്ഛം. അന്നോളം കാണാത്ത മറ്റൊരാൾ. എന്നോട് കൊഞ്ചിക്കുഴഞ്ഞ് ഇവിടം വരെ എത്തിയപ്പോൾ മാത്രമാണോ മാലിനി ചന്ദ്രദാസിന് ഇത് ഓർമ്മ വന്ന്? പരിഹാസത്തിന്റെ കോർത്ത മുള്ളുകൾ അയാൾക്ക് ചുറ്റും. ഞാനൊരു ഭർത്താവാണ്, എനിക്ക് 2 പിള്ളേരുണ്ട്, അതെല്ലാം നിനക്കറിയില്ലേ? കരുണാനിധിയെന്നും സ്നേഹനിധിയെന്നും താൻ വാഴ്ത്തുന്നവൻ അന്ന് യാതൊരു കരുണയുമില്ലാ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അപമാനം കൊണ്ട് തൊലിയൊരിഞ്ഞു പോയി. കൂടുതൽ വേഷക്കെട്ട് നിൽക്കാതെ എൻ്റെ കൂടെ വാ. എനിക്കറിയാം ഇതൊക്കെ എഴുതിനാ നീയും വന്നെന്ന്. എന്നിട്ട് വെറുതെ സീനാക്കാൻ നോക്കിയാ അറിയില്ല നിനക്കെന്നെ. ഇതെന്റെ സ്വന്തം സ്ഥല, ഇവിടെയുള്ള എൻ്റെ ആളുകളും. ചുരുക്കി പറഞ്ഞ വാദി പ്രതിയാവും, ഞാൻ ആക്കി തീർക്കും. അതുകൊണ്ട് കൂടുതൽ ഷോ കാണിച്ച് സ്റ്റാറാവാൻ നോക്കണ്ട. അമ്മയാണ് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് അറിയാ പിന്നെ ആ പദവികളൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ, നിനക്കും എനിക്കും അതാ നല്ലത്. വികൃതമായ ആ ചിരിയിലേക്ക് നോക്കുമ്പോൾ ഉള്ളിൽ വെറുപ്പാണ് നിറഞ്ഞു തൂവിയത്. എത്ര പെട്ടെന്നാണ് നന്ദഗോപൻ എന്ന സ്നേഹത്തിന്റെ കടൽ ചതിയുടെ പൊള്ളുന്ന മരുഭൂമിയായി മാറിയത്. വായിങ്ങോട്ട്. ടേബിളിൽ ബലമായി പിടിച്ച തന്റെ കൈകൾ തട്ടിമാറ്റി ആൾക്കൊപ്പം എണീപ്പിച്ചു. എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുകയാണെന്നൊരു തോന്നലിലൂടെ കിടുകിടുത്തു. അഴുക്ക് പുറണ മനസ്സോടെയും ശരീരത്തോടെയും ദാസേട്ടനെ ഇങ്ങനെ അഭിമുഖീകരിക്കും. ബന്ധുക്കൾ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരുടെയും മുമ്പിൽ തെറ്റ് ചെയ്തുകൊണ്ടുള്ള ആ നൃത്തം അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. പക്ഷെ അതെല്ലാം മുന്നേ ആലോചിച്ച് നോക്കണമായിരുന്നൊരു ഉൾക്കുത്തൽ. അറുക്കാൻ കൊണ്ടുപോകുന്ന മാളിനെ പോലെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നവൻ. അയാൾ പറഞ്ഞ് ശരിയാണ്, അത് അയാളുടെ സ്ഥലമാണ്, അയാളുടെ ആളുകളും. ഇത്രയൊക്കെ കൺമുമ്പിൽ നടന്നിട്ടും ആരും അങ്ങോട്ടേക്ക് നോക്കുന്ന കൂടിയില്ലെന്നുള്ളത് ഉള്ളിലെ ധൈര്യപ്പാടെ ചോർത്തിക്കളഞ്ഞു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ ദൈവം അവതരിക്കുമെന്ന് പറയുന്ന എത്ര നേരാണ്. ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നവൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുമ്പോൾ തന്നെ പിടിച്ച അയാളുടെ കയ്യിലെ വിറയിൽ ശരിക്കും അറിയാൻ കഴിഞ്ഞ ആ നിമിഷം തൊട്ടുമുന്നിലെ കാഴ്ച ശ്വാസം വിലങ്ങിപ്പോയി. ദാസേട്ടൻ രാവിലെ തനിക്ക് മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ അതേ വേഷത്തിൽ, ഭാവത്തിൽ. ആൾക്കെല്ലാം അറിയാമെന്നുള്ളത് ആ നോട്ടം കൊണ്ട് തന്നെ അറിയാം. ഭൂമി പിളർന്ന് താഴേക്ക് ഇറങ്ങിപ്പോവാൻ കൊതിച്ച നിമിഷം കൂടിയായിരുന്നു അത്. ആളോ ഇട്ടേക്ക്, മാലി എന്റെയാണോ, എന്റെ ഭാര്യ. തികച്ചും ശാന്തമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ അതിൽ നിറഞ്ഞേൽക്കുന്ന തീക്ഷ്ണത. നന്ദഗോപന്റെ കൈ അറിയാതെ തന്നെ അഴിഞ്ഞു.
ആരിൽ നിന്നാണോ താൻ സംരക്ഷണവും സ്നേഹവും കരുതലും കിട്ടില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ട് തെറ്റായൊരു ബന്ധത്തിലേക്ക് ഇറങ്ങിപ്പോന്ന് ആ ആള് തന്നെ തനിക്ക് രക്ഷകനാവുന്നു. അവൾ എന്റെയാണെന്ന് സ്നേഹത്തോടെ കരുതലോടെ വിളിച്ചു പറയുന്നു. കൈനീട്ടി തനിക്കരികിലേക്ക് നിർത്തി സംരക്ഷണം നൽകുന്നു. പരിക്കനാണെന്ന് താൻ അധിക്ഷേപിച്ച അതേ മനുഷ്യന്റെ മുമ്പിൽ ഒരു പുഴുവിന് സമം എന്ന പോലുള്ള തന്റെ ആ നിൽപ്പ്. ഞാനല്ല, അവള് വിളിച്ചിട്ട് വന്നാ ഞാൻ. അവളെ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഇത് ഇവിടം വരെ എത്തിച്ച് ദയവിത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക. ഇവരെ കൊണ്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ടി പോയിരിക്കുന്നു. യാതൊരു ഉളുപ്പുമില്ലാത്ത ആസേട്ടന് മുമ്പിൽ നന്ദഗോപന്റെ കുംഭസാരം ചെകിട് നോക്കി അടിച്ചു വിളിക്കാൻ തോന്നി. പക്ഷെ അതിന് താൻ അർഹയില്ലെന്നറിയാവുന്നതുകൊണ്ട് അടങ്ങി. നല്ലതുപോലെ എഴുതുക മാത്രമല്ല, നല്ലൊരു ആക്ടർ കൂടിയാണ് നന്ദഗോപൻ എന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനും നിങ്ങൾക്ക് പുറകെ കൂടിയത്. ദാസേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദഗോപന്റെ മുഖം വിളറി. ഇനി നിന്റെ ഓർമ്മയിൽ ഒരിക്കലും ഒരിടത്തും എന്റെ ഭാര്യ ഉണ്ടാവരുത്. പല്ലുകടിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ നന്ദഗോപൻ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട്. നീ ഇവളോട് പറഞ്ഞതിനല്ല എന്റെ കയ്യിൽ തെളിവുണ്ട്. മാലിനിയുടെ ഫോൺ എന്റെ ഫോണായിട്ട് കണക്ട് ആണ്. കൂടുതൽ വേഷം കണ്ടുവന്നാ അറിയില്ല നിനക്കെന്നെ. ദാസേട്ടൻ പറയുമ്പോൾ ഉടുതുണിയിരിഞ്ഞ പോലെ നാണക്കേടാണ് തോന്നിയത്. കാരണം അത്രമാത്രമുണ്ട് നന്ദഗോപൻ സ്നേഹം ഒളിപ്പിച്ചുകൊണ്ട് വിളിച്ച വിളികൾ. അതെല്ലാം ആളുകൂടി കേട്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ തന്നെ വരുന്നുള്ളത്. ഞാനത് നേരിട്ട് പറഞ്ഞ ചിലപ്പോൾ എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവില്ല. ഇതാവുമ്പോ ഇനി ഇതുപോലെ അബദ്ധം ചെയ്യുകയില്ല. അതിനുവേണ്ടി കാത്തിരുന്ന ഞാൻ ഇതിവിടെ കൊണ്ട് തീരുവാണ്. ഇതിങ്ങനെയല്ല തീർക്കേണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മറുവശം എന്റെ ഭാര്യ കൂടി തെറ്റ് ചെയ്തുകൊണ്ടും അതിനി കൂടുതൽ പേരിലേക്ക് അറിഞ്ഞിട്ട് അവളെല്ലാവരും കൂടി കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാനായിട്ടൊരു അവസരം കൊടുക്കുന്നില്ലെന്ന് കരുതിയതുകൊണ്ടും ഇതിങ്ങനെ തീരട്ടെ. പക്ഷേ ഇനി ഇവൾക്ക് നേരെ ഇതുപോലെ ചീപ്പ് നമ്പർ ഇറക്കി കളിച്ചിട്ട് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മാന്യനായ എഴുത്തുകാരന്റെ ഒറിജിനൽ മുഖം ഞാൻ മാന്തി പൊളിക്കും. അത് മറക്കരുത്, മറക്കേ ചെയ്യരുത്. ആറ്റി കുറുക്കിയ പോലെ പറഞ്ഞ ആ വാക്കുകൾ അതിലെല്ലാം ഉണ്ട്. ഭാര്യയോടുള്ള സ്നേഹം, കരുതൽ, പിന്നെ അതിക്രമിച്ചവന്റെ ജീവിതത്തിൽ കയറി വന്നവനോടുള്ള ദേഷ്യം, അവനുള്ള ഭീഷണി, അങ്ങനെയല്ല. പോവല്ലേ? അപ്പോൾ മാത്രമാണ് ആൾ തന്റെ മുഖത്തേക്ക് നോക്കുന്നത്. തലകുനിച്ചുകൊണ്ട് ആൾക്കൊപ്പം ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ശ്മശാന മൂകതയായിരുന്നു. അവിടെ മാത്രമല്ല തന്റെ മനസ്സിലും. ദാസയുടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആൾക്ക് ദേഷ്യം ഉണ്ടാവും. പറയാൻ ന്യായങ്ങളൊന്നും തന്നെ തന്റെ ഭാഗത്തില്ലാത്തതുകൊണ്ടാവും അങ്ങോട്ട് കയറി മിണ്ടാൻ ധൈര്യവുമില്ല. ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഉള്ളു നീറി പൊള്ളിക്കുന്നു. കുറ്റബോധം കാരണം കണ്ണു തോർന്നിട്ടില്ല. ഇതൊക്കെയല്ലാതെ ഇനിയിപ്പോ താൻ എന്ത് ചെയ്യാൻ? പറ്റിപ്പോയില്ലേ? വിളക്ക് കാലിന്റെ ചുറ്റും പാറിക്കളിക്കുന്ന ഈയാമ്പാറ്റകളെ നോക്കിയിരിക്കുന്ന പല്ലിയുടെ മനസ്സിൽ അവരങ്ങനെ ഉയരങ്ങളിലെത്തിയ സന്തോഷമല്ല, മറിച്ച് അവർ പൊഴിഞ്ഞു വീഴുമ്പോൾ ഭക്ഷണമാക്കണമെന്നുള്ള ചിന്ത തന്നെയാണ്. അതുപോലൊരു മനസ്സോടെയാണ് നന്ദഗോപുരം തനിക്ക് ചുറ്റും പാറിപ്പറന്ന്. ആശ്വാസം നൽകുകയായിരുന്നില്ല, പകരം കാര്യങ്ങളെ അയാൾക്ക് അനുകൂലമാക്കിയെടുക്കാനായിരുന്നു അയാൾ ശ്രമിച്ചത്. തനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, ശ്രമിച്ചില്ല. പകരം കണ്ണടച്ചിരുട്ടാകാൻ ശ്രമിച്ചു. തെറ്റിന്റെ ആദ്യപടി അവിടെ മുതലായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെയ്തെല്ലാം തെറ്റുകൾ. അത് തന്നെ ഇവിടെ വരെയും കൊണ്ടെത്തിച്ചു. കുട്ടികൾക്ക് ഐസ്ക്രീം കൊണ്ടുവരാൻ പോകുന്നല്ലേ, അവ വാങ്ങിച്ചിട്ട് വാ. ഇനിയിപ്പോൾ അതിന്റെ പേരിൽ അവർ പിണങ്ങണ്ട. വീട്ടിലേക്ക് തിരിയും വഴിയിൽ ബേക്കറിയുടെ അരികിൽ നിർത്തി ദാസേട്ടൻ പറയുമ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് ആളെ നോക്കി. വാ. ഉറങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുന്ന കണ്ടിട്ടാവും ആളും ഡോർ വന്നുകൊണ്ട് പുറത്തിറങ്ങി. ഐസ്ക്രീം മാത്രമല്ല പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. ഇനി എന്തെങ്കിലും വേണോ? തന്നോടാണ് പതിവില്ലാത്ത ശീലം. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനി അതിനെക്കുറിച്ച് പറയണ്ട, അത് കഴിഞ്ഞു പോയതാ. നീ ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിന് ഞാൻ കൂടി കാരണമാണെന്നിരിക്കെ നിന്നെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കാൻ എനിക്കിങ്ങനെ കഴിയും. നമുക്ക് ഒരുമിച്ച് തിരുത്തി പോവാം. 2 ദിവസങ്ങൾക്കിപ്പുറം അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് ഏറ്റുപറച്ചിൽ ഒരുങ്ങവേ ചേർത്ത് പിടിച്ചുകൊണ്ട് ദാസേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ. തുടർന്ന് അങ്ങോട്ട് ജീവിക്കാൻ ആ വാക്കുകൾ മതിയായിരുന്നു. പറയുക മാത്രമല്ല, അത് പ്രവർത്തനത്തിൽ കൂടി കൊണ്ടുവന്നോടെ വീടൊരു സ്വർഗമായി. ദാസേട്ടൻ മാറിയതോടെ, തന്നെ പരിഗണിക്കാൻ തുടങ്ങിയതോടെ ആളുടെ ചുറ്റുമുള്ളവരിലേക്ക് കൂടി ആ മാറ്റം വന്നേർന്നു. ആർക്കൊപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും നന്ദഗോപനെ ഓർക്കും. പ്രണയത്തോടെയല്ല, വെറുപ്പോടെ. അയാളെപ്പോഴുള്ള നീചന്മാരുടെ വലയിൽ വീണു പോകുന്ന, പിന്നെ അവിടെ തന്നെ അടിഞ്ഞുകൂടേണ്ടി വന്ന, തെറ്റിതിരുത്തി കൈപ്പിടിക്കാൻ ദാസേട്ടന്മാരില്ലാത്ത ഇനിയും എത്ര മാലിന്യമാരുണ്ടാവും, ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ ലോകത്ത് മനുഷ്യന് വേണ്ടത്, മതിയാവാത്തത്, അത് സ്നേഹം കൂടിയാണ്. അത് പ്രകടമായി തന്നെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എത്രയോ ഉണ്ടാവും. അവർക്ക് വേണ്ടി വല നെയ്യുന്ന നന്ദഗോപന്മാരും.